ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ വൈകിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, വേറെ അങ്ങോട്ടുമല്ല. ഇവിടെ അടുത്തൊരു ഭദ്രകാളി ദേവി ക്ഷേത്രമുണ്ട്, കുറ്റിക്കാട്ട് ദേവി ക്ഷേത്രം എന്നാണ്. അപ്പോൾ അമ്മയുടെ തിരുനാളാണ് ഇന്ന് അശ്വതി നാളാണ്, മാർച്ച് 31. സോ ഞങ്ങളതെല്ലാം കാണാനായിട്ട് പോവാണ്. തൊട്ടടുത്ത് തന്നെയാണ്, നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. അച്ഛനും അമ്മയും ഞാനും ഉണ്ട്. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് ആളുകളൊക്കെ വരുന്നതേ ഉള്ളൂ. സൈഡിലൊക്കെ വിളക്കൊക്കെ അലങ്കരിക്കുന്നതേ ഉള്ളൂ. ഹലോ ഗൈസ്, ബന്ധുക്കളൊക്കെ അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, അതുകൊണ്ട് എല്ലാവരും എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇത് യൂട്യൂബ് ചാനലിലോട്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവന് ഭയങ്കര ചമ്മലായിപ്പോയി. അതുകൊണ്ട് അവൻ ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കുമായിരുന്നു. ഈ വരുന്നതാണ് ഞങ്ങളുടെ ആരോമൽ. പിന്നെ എല്ലാവരും ഒക്കെ എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതാണ് ആരോമലിൻ്റെ അമ്മയും ചേച്ചിയും. പിന്നെ ഈ കുരുപ്പിനെ കൊണ്ട് വലിയ ശല്യമാകട്ടോ, ഒന്നും എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കുറ്റിക്കാട്ട് അമ്മയുടെ അശ്വതി നാളിൻ്റെ കാഴ്ചകളെല്ലാം വരുന്നുണ്ട്. ഇത് കുറേ കലാകാരന്മാർ രൂപം കെട്ടി ആടുന്നതാണ്. ഭദ്രകാളി രൂപവും ശിവൻ്റെ രൂപങ്ങളും ഒക്കെയുണ്ട്. അസുര നിഗ്രഹത്തിന് ശേഷം ഭദ്രകാളി ദേവിയുടെ കോപമടക്കാനായിട്ട് സാക്ഷാൽ ശിവഭഗവാനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഭദ്രകാളി ദേവി എന്ന് പറയുന്നത് ഭഗവാന്റെ പാതിയായ സാക്ഷാൽ പാർവതി ദേവിയുടെ ഒരു അംശമാണ്. താലപ്പൊലിയൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് സ്ത്രീകളും കുട്ടികളും യുവതികളും ഒക്കെ ഉണ്ടായിരുന്നു. അടുത്ത മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കഥകളി രൂപങ്ങളായിരുന്നു. ശരിക്കും കണ്ണിന് കൗതുകം തരുന്ന കാഴ്ചകളായിരുന്നു. ഇതുപോലെ വീഡിയോയിൽ എടുക്കുമ്പോഴത്തേക്ക് എത്രത്തോളം അത് എഫക്റ്റീവ് ആണെന്ന് അറിയത്തില്ല. പക്ഷെ ഇത് നേരിട്ട് വന്ന് കണ്ടാലേ അതിൻ്റെ ആ ഒരു രസം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര കൗതുകമുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. ഇത് ഗരുഡനാണ്. ഗരുഡൻ്റെ ഈ ഓരോ കളികൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും കണ്ടങ്ങ് നിന്നു പോകും. ഇതുപോലെ കുറേ ആളുകൾ ഇങ്ങനെ പൈസയൊക്കെ നിലത്തിട്ടിട്ട് ഗരുഡൻ ഇങ്ങനെ കൊത്തി എടുക്കുന്നതൊക്കെയുണ്ട്. അത് കാണിച്ചു തരാമേ, വഴിയെ കാണാം നമുക്ക്. കണ്ടോ, ഇത് ആൾക്കാരെ ഇട്ട് കൊടുത്ത പൈസയാണ്. അത് നിലത്തുനിന്ന് ഇങ്ങനെ അതിൻ്റെ ചുണ്ടുകൊണ്ട്, ഗരുഡൻ്റെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ അത് കൊത്തി എടുക്കുന്നതാണ് കാണുന്നത്. തന്നെ ഭക്തജനങ്ങളെ കാണാനായിട്ട് അമ്മ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. അമ്മയുടെ നാളായ അശ്വതി നാളിൽ എല്ലാവരെയും കാണാനായിട്ട് അമ്മ വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ. മീനമാസത്തിലെ അശ്വതി നാൾ കഴിഞ്ഞാൽ ഇനി അടുത്തത് വരാൻ പോകുന്ന മേടമാസത്തിലെ 10-ാം ഉദയമാണ് ഇവിടുത്തെ മഹോത്സവം ഉള്ളത്. അശ്വതി നാളിൽ ഇങ്ങനത്തെ ഗംഭീര കാഴ്ചകളാണെന്നുണ്ടെങ്കിൽ 10-ാം ഉദയ മഹോത്സവത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല. എന്തായാലും 10-ാം ഉദയ മഹോത്സവത്തിൻ്റെ കാഴ്ചകളുമായിട്ട് ഉടനെ തന്നെ അടുത്ത വ്ലോഗ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അടിപൊളി വൈബാണ് ഇവിടെ, പറയാതിരിക്കാൻ ഒട്ടും പറ്റത്തില്ല. ഭയങ്കര രസമാണ്. പിന്നെ ഈ ഒരു ഡാൻസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു.
എന്തായാലും അടിപൊളിയാണ്. ഇത് ഈ ഡി ജെക്ക് തുള്ളുന്ന പിള്ളേരാണ് ഇതെല്ലാം. പിള്ളേർ മാത്രമല്ല കേട്ടോ, അവിടെ ഇവിടെയൊക്കെ കുറച്ച് പെൺകുഞ്ഞുങ്ങളും ഒക്കെ തുള്ളുന്നുണ്ടായിരുന്നു. ശരിക്കും പാട്ടൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്കും അങ്ങനെ തുള്ളാനൊക്കെ തോന്നി. പിന്നെ അടങ്ങ് മോനെ അടങ്ങ് എന്നും പറഞ്ഞിട്ട് എന്നെ തന്നെ ഞാൻ അങ്ങ് ആശ്വസിപ്പിച്ചു. കഴിഞ്ഞു. എല്ലാവരും വീട്ടിൽ പോകുന്ന തിരക്കിലാണ്. അത് ഒരു വശത്ത് കടയുടെ അവിടെയായിട്ട് അച്ഛനും അമ്മയും അമ്മാവനും ഒക്കെ ചിറ്റയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അശ്വതിനാളിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണേ. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ ബൈ.